ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമി മുഫാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ നാളെ വരാനിരിക്കുന്ന മഴ തോരും മുമ്പ് സീരിയലിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടാലോ. നമ്മുടെ അലീന നമ്മുടെ സ്വന്തം അച്ഛനായ സ്റ്റാൻലി ജോസഫിൻ്റെ അരികിലേക്ക് പോകാൻ ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ അല്ലേ. നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു സീനാണ്, അച്ഛനും മകളും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു സീന്, ഇനി അലീനയെ കൂട്ടിക്കൊണ്ടു പോകുന്ന സീന് അല്ലേ. അതൊക്കെ ഈ ഒരു ഭയങ്കര നിർണായകമായിട്ടുള്ള സീനും കാര്യങ്ങളൊക്കെയാണ്. ബാലചന്ദ്രൻ ഒരു അച്ഛനായിട്ട് നിന്നുകൊണ്ട് അല്ലേ തൻ്റെ മകളായിട്ട് സ്വീകരിച്ച അലീനയെ സ്വന്തം അച്ഛന് കൈപിടിച്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു ബാലചന്ദ്രനെ സംബന്ധിച്ച് അത് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലേ. അതുപോലെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നമ്മുടെ രോഹിത്, ബബിത, കൃഷ്ണമോള്, മനുശങ്കർ ഇവർക്കൊക്കെ ഒട്ടും അലീന പോകുന്ന ആ ഒരു കാര്യം ഓർക്കുമ്പോൾ തന്നെ അവരുടെയൊക്കെ മനസ്സലിഞ്ഞു പോകുന്നൊരു സീനും കാര്യങ്ങളൊക്കെയാണ് അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ വിശേഷത്തിലോട്ട് പോകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസ് കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ വെക്കണം കേട്ടോ. അപ്പോൾ നാളത്തെ സീനിൽ മെയിൻ കാണിക്കുന്ന നമ്മുടെ അലീന ബാലചന്ദ്രൻ്റെ കൂടെ പുറത്ത് പോയിട്ട് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. ബാലചന്ദ്രൻ അലീനയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് അലീന കുറച്ചൊക്കെ മേടിക്കുന്നുണ്ട്. പിന്നെ അലീനയുടെ പൈസയ്ക്ക് തന്നെ അലീന പിന്നെ നമ്മുടെ ബബിതയ്ക്കും കൃഷ്ണമോക്കും രോഹിത്തിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളും ഡ്രസ്സൊക്കെ മേടിക്കാന്. അപ്പോൾ അതൊക്കെ കൊണ്ട് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് നേരെ ബബിതയുടെ റൂമിൽ അലീന പോവാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അലീനയ്ക്ക് ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഏറ്റവും കൂടുതലൊരു മനസ്സുകൊണ്ടൊരു അറ്റാച്ച്മെൻറ്റ് വരുന്നത് ബബിതയോടാണ്. കാരണം ഈ വീട്ടിൽ താൻ ആരാണ് എന്ന് മനസ്സിലാക്കാണ്ട് തന്നെ സ്നേഹിച്ചൊരു വ്യക്തിയാണ് ബബിത. അവളുടെ സ്നേഹം അത് ഞാൻ എത്ര അകലം പോയിരുന്നാലും ബബിതയുടെ ആ സ്നേഹം, അവൾ കാണിക്കുന്ന ആത്മാർത്ഥമായ സ്നേഹം, മറ്റുള്ളവർക്കും സ്നേഹമാണ്, പക്ഷെ ആരാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ബാലചന്ദ്രനും കൃഷ്ണമോളും രോഹിത്തിന് പോലും ഒരു കടപ്പാടിൻ്റെ പേരിലുള്ളൊരു സ്നേഹം. പക്ഷെ ബബിത അങ്ങനെയല്ല. ഒരു ഇതും ഇല്ലാണ്ട് തന്നെ ബബിത ആദ്യം ദേഷ്യഭാവമായിരുന്നു, വെറുപ്പായിരുന്നു അലീനയോട്, കാണുന്ന പോലും ഇഷ്ടമില്ല, ഒരുപാട് വാക്കുകൊണ്ട് ദ്രോഹിച്ചിട്ടുള്ളതാണ്. അലീനയുടെ ഡ്രസ്സൊക്കെ കീറി അലീനയെ പുറത്ത് ഗേറ്റിന് വെളിയിൽ കൊണ്ടുവന്ന് ആക്കുന്ന ആ സമയത്തൊക്കെ ബബിത മുൻപന്തിയിൽ നിന്ന ആളാണ്. പക്ഷെ ആ ഒരു കുറ്റബോധം, ആ ചെയ്ത തെറ്റിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് ബബിതയ്ക്ക് മനസ്സിലായി. ബബിത ആ തിരിച്ചറിവിലൂടെ അലീനയെ സ്നേഹിക്കാൻ തുടങ്ങിയതാണ്. ആ സ്നേഹം അലീന അതനുസരിച്ച് മനസ്സിൽ സ്വീകരിക്കുകയും ചെയ്തു. കാരണം അത്രയ്ക്ക് ആത്മാർത്ഥതയുള്ളൊരു സ്നേഹം തന്നെയാണ് ബബിതയുടെ. അങ്ങനെ ബബിതയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കണം. അപ്പം ചോദിച്ചു, ഇതെന്താ അലീന ചേച്ചി ഇപ്പോൾ ഡ്രസ്സും ഇതൊക്കെ മേടിച്ച്? അതെ, ഞാൻ പോവല്ലേ, പോകുന്നതിന് മുന്നേ എൻ്റെ അനിയത്തി കുട്ടിമാർക്കും അതിൻ്റെ അനിയനും ഒക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് തരണ്ടേ, എന്തിനാ ചേച്ചി വെറുതെ പൈസ കളഞ്ഞത്? അപ്പം പോണ കാര്യം ഉറപ്പിച്ചോ? പോകണ്ടേ മോളെ, പോകാണ്ടിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതെ, വാച്ചൊക്കെ കെട്ടി കൊടുത്തിട്ട് പറഞ്ഞാൽ ഇത് നിനക്ക് ഇഷ്ടമായെന്ന് ചോദിച്ചു. എന്നിട്ട് അലീന ബബിതയുടെ മുഖത്ത് നോക്കിയിട്ട് ബബിതയുടെ കണ്ണൊക്കെ നിറയണം കേട്ടോ. പക്ഷെ ഒരിക്കലും ബബിത അലീനയുടെ മുന്നിൽ ഒന്നും സമ്മതിച്ചു കൊടുക്കൂല കേട്ടോ. സ്നേഹം ഉള്ളിൽ എന്താണ് ഇങ്ങനെ കവിഞ്ഞൊഴുകും കണക്കുണ്ടെങ്കിലും അലീനയുടെ മുന്നിൽ തോറ്റു പുന്നം പാടാനൊന്നും നമ്മുടെ ബബിത ഒരുക്കമല്ല കേട്ടോ. അങ്ങനെ കരഞ്ഞ് കണ്ണ് നിറഞ്ഞിരുന്നാലും അത് കാണാണ്ട് തന്നെ ബബിത തുടച്ചങ്ങ് മാറ്റിയാണ് കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് അറിയാം അവളുടെ കണ്ണായിക്കോട്ടെ അല്ലെങ്കിൽ അവളുടെ മനസ്സ് എല്ലാം അലീനയ്ക്കറിയാം ഏത് രീതിയിൽ അവൾ ചിന്തിക്കും എന്നുള്ളതൊക്കെ. എന്നിട്ട് അവളെ ചേർത്തങ്ങ് പിടിക്കാൻ കേട്ടോ. ബബിതയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ സ്നേഹം ഞാൻ എത്ര ദൂരം പോയിരുന്നാലും എത്ര അകലം പോയിരുന്നാലും നീ എനിക്ക് തന്ന സ്നേഹം ഞാൻ ഒരിക്കലും മറക്കില്ല മോളെ എന്ന് പറയും കേട്ടോ. അപ്പോൾ പറയും അലീന ചേച്ചി, ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, വെറുപ്പിച്ചിട്ടുണ്ട്, എന്തോരം ഞാൻ വാക്കുകൊണ്ട് പോലും എന്തോരം ഞാൻ അലീന ചേച്ചിയെ വേദനിപ്പിച്ചിട്ടുണ്ട് മനസ്സ്. എന്നിട്ട് എങ്ങനെ അലീന ചേച്ചിക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് നിൻ്റെ അന്നത്തെ ആ ഒരു ഇതുകൊണ്ടല്ലേ മോളെ, പക്ഷെ അതിൻ്റെ 1000 മടങ്ങ് ഇരട്ടി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, എനിക്കതിൽ കൂടുതൽ പിന്നെ ഇനി എന്താ വേണ്ടത്? അപ്പോഴേക്കും ബബിതയ്ക്ക് അങ്ങ് വിങ്ങി പൊട്ടും കണക്കൊരു ബുദ്ധിമുട്ടാട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഇത്രയും
ആത്മാർത്ഥമായിട്ട് രണ്ടുപേരും മനസ്സ് തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ് ആ ഉള്ളിലെ സ്നേഹം. അപ്പോഴേക്കും ബബിത പറഞ്ഞതേ മര്യാദയ്ക്ക് പൊക്കോണം കേട്ടോ, എന്നെ കരയിപ്പിക്കാനായിട്ടാണോ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞിട്ട് അലീനയുടെ അടുത്ത് ഇങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയെന്ന് പറഞ്ഞു. എന്നിട്ട് അലീന പോവാണ് കേട്ടോ. അവളെ ചേർത്ത് പിടിച്ച് ആ സ്നേഹമൊക്കെ പങ്കിട്ടിട്ട് അലീന ബബിതയുടെ റൂമിൽ നിന്ന് പോവാണ് കേട്ടോ. അതിനുശേഷം രോഹിത്തിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്തിനും ഭയങ്കര കുറ്റബോധവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പോണ കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ട് ചേച്ചിക്ക് പോകാണ്ടിരുന്നുണ്ട്. അലീന ചേച്ചി ഞാൻ പോകാണ്ടിരുന്ന മോനെ, നിങ്ങളുടെ അമ്മ ഇങ്ങോട്ട് വരുമോ? മാഡം ഒരിക്കലും വരില്ല, ഞാൻ ഇവിടെ നിൽക്കുന്നിടത്തോളം അമ്മ ഒരിക്കലും ഇങ്ങോട്ട് വരികയില്ല. നിങ്ങളുടെ അമ്മ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. അച്ഛനും അമ്മയും നിങ്ങളെല്ലാവരും സ്നേഹത്തോടെ നല്ല കുട്ടികളായിട്ട് തന്നെ ഇനി മുന്നോട്ട് ജീവിക്കണം. ഞാൻ എവിടെയാണെങ്കിലും എത്ര ദൂരെയാണെങ്കിലും ഞാൻ എൻ്റെ അനിയനെയും അനിയത്തിമാരെയും കാണാനായിട്ട് എന്തായാലും വരുമെന്നൊക്കെ പറഞ്ഞ് രോഹിത്തിനെ സമാധാനിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അലീന നേരെ കൃഷ്ണമോളുടെ അടുത്തോട്ടാണ് പോണത്. അങ്ങനെ കൃഷ്ണമോളുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും ഇതെന്താ ഇന്ന് ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ട് നിൽക്കണേ? അപ്പോൾ പറയും അതെ അലീന ചേച്ചി പോവല്ലേ, പോകുമ്പോൾ നിനക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ച് തരണ്ടേ? അപ്പോൾ പറഞ്ഞു അപ്പം പോണ കാര്യം തീരുമാനിച്ചു അലീന ചേച്ചി, പിന്നെ പോകാണ്ട് പറ്റുമോ മോളെ? നിങ്ങളുടെ കുടുംബം നല്ല രീതിയിൽ സന്തോഷമായിട്ട് കഴിയണത് അലീന ചേച്ചിക്ക് കാണണം, ഞാൻ കാണാനായിട്ട് വരികയും ചെയ്യും എന്നൊക്കെ പറയണം. പക്ഷേ കൃഷ്ണമോളെന്ന് പറയുമ്പോൾ അവൾ ആദ്യം സ്വന്തം ചേച്ചിയാണെന്ന് തിരിച്ചറിഞ്ഞത് കൃഷ്ണമോളാണ്. കൃഷ്ണമോൾക്ക് അന്നും ഇന്നും അലീനയെ ഒരുപാട് ഇഷ്ടമാണെന്ന് വെച്ചാൽ ചേച്ചിയാണെന്ന് അറിയുന്നതിന് മുന്നേയും അലീനയുടെ കൂടെ കിടക്കാനും അലീനയെ നമ്മുടെ വൈജയന്തി വഴക്ക് പറയുന്ന സമയത്തൊക്കെ ആ സങ്കടം ഒപ്പം ഇരുന്ന് പോട്ടെ ചേച്ചി സാരമില്ല, പിന്നെ വൈജയന്തിനെ എതിർത്ത് സംസാരിക്കാറൊക്കെ ഉള്ളത് കൃഷ്ണമോളാണ്. പക്ഷേ സ്വന്തം ചേച്ചിയാണെന്ന് അറിഞ്ഞപ്പോഴാണ് മനസ്സുകൊണ്ട് ഒരുപാടങ്ങ് അലീനയെ സ്നേഹിക്കാനായിട്ട് കൃഷ്ണമോളും തുടങ്ങിയത്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു സീനാണ്. സഹോദരങ്ങളെ കൂടെ അലീന ആ സാധനങ്ങളൊക്കെ കൊടുത്ത് ഭയങ്കര ഒരു ഇമോഷണൽ സീനാണ് കേട്ടോ നാളത്തെ ഇതിൽ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സ്റ്റാൻലിയാണ് കാണിക്കുന്നത്. അതായത് വേറൊന്നുമല്ല, നമ്മുടെ സ്റ്റാൻലി നമ്മൾ ഔദക്കുട്ടിച്ചായനെ വിളിക്കുകയാണ്. ഔദക്കുട്ടിച്ചായനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അതെ അപ്പച്ചനൊന്ന് ഇങ്ങോട്ട് വരാവോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഔദക്കുട്ടിച്ചായൻ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്റ്റാൻലിയുടെ അടുത്ത് പെട്ടെന്ന് വരണം. വന്ന ശേഷം നീ പോയ കാര്യങ്ങളൊക്കെ എന്തായിടാ മോനെ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ കണ്ടു വെച്ചാൽ അവളെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് ആ അലീനയുടെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഔദക്കുട്ടിച്ചായനെ കാണിച്ചു കൊടുക്കുക കേട്ടോ. അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഇതാരെയാ ഞാൻ ഈ കാണുന്നതെന്ന്. അതായത് തൻ്റെ സ്വന്തം ഭാര്യയായ നമ്മുടെ ചിന്നമ്മയാണ് കാണുന്നത്. അങ്ങ് ആ ഔദക്കുട്ടിച്ചായൻ പോലും അമ്പരന്ന് പോണ്. എന്ന് വെച്ചാൽ സ്വന്തം ഭാര്യയുടെ തനി പകർപ്പ് അലീന. അപ്പോഴേക്കും സ്റ്റാൻലി പറഞ്ഞു അച്ഛൻ കണ്ടോ? അച്ഛൻ ഞെട്ടിയില്ല. അച്ഛൻ്റെ മനസ്സിൽ ഇപ്പോൾ എന്താ തോന്നണേ? അച്ഛാ ഞാനൊരു കാര്യം തീരുമാനിച്ചു. അതായത് എൻ്റെ മകളെ ഞാൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് എൻ്റെ മകളായി അംഗീകരിച്ച് തന്നെ ഞാൻ അവളെ ഇവിടെ നിർത്താൻ പോവാണെന്ന് പറഞ്ഞു. ഔദക്കുട്ടിച്ചായന് വേറൊരു ഓപ്ഷനില്ല, ഒന്നും പറയാനില്ല. പുള്ളി പോലും ഒരു നിമിഷം സ്തംഭിച്ച് പോയ ഒരവസ്ഥയാണ്. എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ ഒന്നുമില്ല. അങ്ങ് സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എന്നിട്ട് സ്റ്റാൻലി ഔദക്കുട്ടിച്ചായൻ്റെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് 3 ആൺമക്കളാണ്, എൻ്റെ ഈ ഒരേ ഒരു മകളെ എനിക്ക് മകളായി അംഗീകരിച്ച് തന്നെ എനിക്ക് കൊണ്ടുവരണം എന്നിങ്ങനെ പറയണം കേട്ടോ. ഔദക്കുട്ടിച്ചായൻ മറുത്തൊന്നും പറഞ്ഞില്ല. കാര്യം അലീനയെ കാണുന്ന ഒരാൾ, അതായത് സ്റ്റാൻലിയുടെ കുടുംബത്തെ ഒരാൾ അലീനയെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ആരും ഒന്ന് അമ്പരന്ന് പോകും. കാരണം അവരുടെ അമ്മച്ചിയുടെ അതേ രൂപമാണ്, ഒരു മാറ്റമില്ല. ആ ഒരു അവസ്ഥയായിരുന്നു ഔദക്കുട്ടിച്ചായന്. അങ്ങനെ അതിനുശേഷം നമ്മുടെ സ്റ്റാൻലി നമ്മുടെ ബാലചന്ദ്രനെ വിളിക്കുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട് ബാലചന്ദ്ര ഞാൻ എൻ്റെ മകളെ കൂട്ടിക്കൊണ്ട് പോവാണ്, എൻ്റെ സ്വന്തം മകളായി തന്നെ അവളെ അംഗീകരിച്ചുകൊണ്ട് എൻ്റെ കൂടെ നിർത്താൻ ഞാൻ കൊണ്ടുപോവാണ്, ഞാൻ ഒട്ടും താമസിയാതെ തന്നെ ഞാൻ അങ്ങോട്ട് വരും എന്നുള്ളത് പറയാൻ കേട്ടോ. കാര്യം കേട്ടപ്പോൾ ബാലചന്ദ്രന് വല്ലാത്തൊരു മനസ്സിന് പ്രയാസം തോന്നിയെങ്കിലും ബാലചന്ദ്രൻ പിന്നീട് ആ കോള് വെച്ച ശേഷം ബാലചന്ദ്രൻ ചിന്തിച്ചു. കാരണം ഒരു അനാഥയെപ്പോലെ 10-20-21 വർഷത്തോളം ഒരു ഓർഫണേജ് കഴിഞ്ഞ എൻ്റെ മോക്ക് ഇനി സ്വന്തമായിട്ട് പറയാൻ അമ്മ അംഗീകരിച്ചില്ലെങ്കിലും സ്വന്തമായിട്ട് അവൾക്ക് അവളുടെ അച്ഛനെങ്കിലും ഉണ്ടാകും എന്നൊരു സന്തോഷം ബാലചന്ദ്രനുണ്ട്. പിന്നെ അവൾ അവിടെ പോയിട്ടാണെങ്കിലും അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കൊണ്ടുവരും എൻ്റെ മകളെ, എല്ലാ ഇതോടുകൂടെ തന്നെ ഞാൻ അവളെ ഇവിടെ മകളായി അംഗീകരിച്ച് തന്നെ ഞാൻ ഇവിടെ താമസിപ്പിക്കും എന്ന തീരുമാനമാണ് ബാലചന്ദ്രൻ്റെ ഉള്ളിലിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു അവസ്ഥ ബാലചന്ദ്രൻ എന്തായാലും ഇതുണ്ടാവും എന്നുള്ളത് ബാലചന്ദ്രൻ അറിയാം.
വൈജയന്തി വന്നു കഴിഞ്ഞാലുള്ള സിറ്റുവേഷൻ വേറെ, അലീന ഇപ്പോൾ ഉള്ളപ്പോൾ ഉള്ള സിറ്റുവേഷൻ വേറെ. കാരണം ഈ ഒരു ബാലചന്ദ്രനെ ആയിരിക്കില്ല നമ്മളിനി അലീന പോയി കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ഒരു ബാലചന്ദ്രൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ക്യാരക്ടറായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അലീനയെ ബാലചന്ദ്രൻ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ ആ കുളത്തൂപ്പുഴയിൽ നിന്ന് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവർ അടുത്ത് തന്നെ നിന്നെ കൊണ്ടുപോകാനായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ അവർക്ക് സമ്മതമാണ്, ആ തീരുമാനമായിട്ടാണ് അവർ വിളിച്ചത്, അപ്പോൾ ഈ അടുത്ത് തന്നെ പോകേണ്ടി വരുമെന്ന് പറഞ്ഞു. എന്നിട്ട് ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, മോളെ നീ അവിടെ പോയിട്ട് നിനക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ അച്ഛനെ അപ്പം തന്നെ വിളിക്കണം, നമുക്ക് ഇങ്ങോട്ട് പോരാട്ടോ എന്ന് പറയുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല അച്ഛാ, അതൊക്കെ ഞാൻ നിന്നോളാം, അതൊന്നും ഓർത്ത് അച്ഛൻ ടെൻഷൻ ആവണ്ട എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അലീന പറയാൻ കേട്ടോ. ബാലചന്ദ്രൻ്റെ മനസ്സൊക്കെ അങ്ങ് ഇടറയാണ്, എന്താണെന്നൊരു പിടുത്തം കിട്ടല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീന് അലീന ബാലചന്ദ്രനോട് പറയണ, അച്ഛാ എനിക്ക് കൈതക്കൽ വീട്ടിലോട്ടൊന്ന് പോകണം. എന്തിനാ ഇപ്പം അങ്ങോട്ട് പോണത്? അല്ലച്ചാ അവിടെ പോയി എല്ലാവരുടെ അടുത്തും ഒരു യാത്ര പറയണ്ടേ, മുത്തശ്ശിയും പിന്നെ അമ്മയും ഒക്കെ ഉണ്ടല്ലോ, എല്ലാവരുടെ അടുത്തും പോകുന്ന കാര്യം ഒന്ന് പറയണ്ടേ, ശിവനങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ അടുത്ത് പറയാനായിട്ടാണെന്ന് പറയട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയണം, സ്വന്തം അമ്മയോടുള്ള ഒരു യാത്ര, ആയിക്കോട്ടെ മോള് പോയിട്ട് വാ. അങ്ങനെ അലീന ഒറ്റയ്ക്ക് കൈതക്കൽ മാളിക വീട്ടിലോട്ട് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോഴേക്കും നമ്മുടെ മനു അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മനു ഇങ്ങനെ അലീനയെ കണ്ടപ്പോൾ കയറി വാ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മനുവിൻ്റെ അടുത്ത് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. മനുവേട്ടാ ഞാൻ പോവാണ്, അവർ കുളത്തൂർ പുഴയിൽ നിന്ന് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ എന്നെ ചെല്ലാനായിട്ടാണ് പറയണത്, അപ്പം താമസിയാതെ എന്നെ പോകുമെന്ന് പറഞ്ഞു, ഞാൻ യാത്ര പറയാനായിട്ടാണ് വന്നതെന്ന് പറഞ്ഞു കേട്ടോ. മനു അങ്ങ് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. കാരണം നീ എന്നോട് യാത്ര പറഞ്ഞ് പോവാണോ എന്ന് ചോദിക്കണം. അലീനയുടെയും കണ്ണൊക്കെ നിറയാണ്. കാരണം മനുവേട്ടൻ എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ ഈ നിമിഷം വരെയും അലീനയുടെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്ത് ആ ഒരു സ്നേഹവും ആ ഒരു കെയറിങ് എല്ലാം കൊടുത്ത് അലീനയെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് മനുശങ്കർ. മുത്തശ്ശനൊപ്പം പോയി അലീനയെ ആ ഓർഫനേജിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ആക്കിയത് മനുവും കൂടെ ചേർന്നിട്ടാണ്. അലീനയുടെ പ്രൊട്ടക്ഷനിൽ മനുവിനും ആ ഒരു കെയറിങ് കാര്യങ്ങളും ഉണ്ട്, ബാലേന്ദ്രനെ പോലെ തന്നെ. അപ്പോൾ മനുവിന് അതൊട്ടും തന്നെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നീ എന്നോട് യാത്ര പറഞ്ഞ് പോകാനായിട്ടാണോ അലീനയെ വന്നതെന്ന് മനു ഇടറിയ സൗണ്ടോടുകൂടി അലീനയുടെ അടുത്ത് ചോദിക്കാൻ കേട്ടോ. അലീനയ്ക്കും ഒന്നും പറയാൻ വാക്കില്ല. ഞാൻ എന്തായാലും പോകണ്ടേ മനുവേട്ടാ, ഞാൻ പോയില്ലെങ്കിൽ അമ്മ അങ്ങോട്ട് വരില്ല, എൻ്റെ അനുജനും അനിയത്തിമാർക്കും അവർക്ക് അമ്മ ഇല്ലാണ്ടുള്ളൊരവസ്ഥ വരരുത്. അതുമാത്രമല്ല ഇനിയിപ്പോൾ ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഡൈവേഴ്സ് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. അതിനെക്കാട്ടിലും നല്ലത് ഞാൻ അങ്ങ് മാറി എനിക്കെപ്പോൾ വേണമെങ്കിലും എൻ്റെ അനുജനെയോ അനുജത്തിയോ അല്ലെങ്കിൽ മനുവേട്ടനെയോ മുത്തശ്ശിയോ ആരെ കാണാനാണെങ്കിലും എനിക്ക് വരാമല്ലോ, അതൊന്നും ഒരു വിഷയമല്ല, സാരമില്ല, ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഞാൻ പോകുന്നതല്ലേ മനുവേട്ടാ നല്ലതെന്ന് അലീന പറയാൻ കേട്ടോ. ആ സമയം മനു പറഞ്ഞു, നിൻ്റെ മനസ്സിലൊരു കൺസെപ്റ്റ് ഉണ്ട് നിനക്ക്, നീ പോയി കഴിയുമ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരുമെന്നുള്ളത്. ആൻറ്റി പഠിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ അലീന, നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ആൻറ്റി അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ എന്തായാലും ചിന്തിക്കുന്നില്ല മനുവേട്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്തായാലും എൻ്റെ ഈ ഒരു തീരുമാനം, ഇപ്പോൾ ഇവിടെ ഈ കുളത്തൂർ പുഴയ്ക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു എങ്കിൽ ഞാൻ കഴക്കൂട്ടത്തോട്ട് പോകാനായിട്ടാണ് ഇരുന്നത്. എന്തായാലും അവർക്കിപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോണത്. ഇനി വരുന്ന അമ്മ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും ഭവിഷ്യത്തിനെ കുറിച്ചൊന്നും ഞാനിപ്പോൾ ചിന്തിക്കാൻ എനിക്ക് പറ്റുന്നില്ല, ഞാൻ ചിന്തിക്കുന്നേ ഇല്ല മനുവേട്ട എന്ന് പറയാൻ കേട്ടോ. അതിനുശേഷം പിന്നെ നേരെ വൈജയന്തിയുടെ റൂമിലോട്ട് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ വൈജയന്തിയുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ വൈജയന്തിയുടെ അടുത്ത് പറയുന്നുണ്ട്, മാഡം ഞാൻ പോവാണ്, അത് പറയാൻ വേണ്ടി വന്നതാണ് മാഡം, ഇനി അങ്ങോട്ട് വന്നോളൂ, എൻ്റെ ബുദ്ധിമുട്ട് ശല്യമൊന്നും ഇനി ഉണ്ടാവില്ല. ഉപകാരം, നിനക്കറിയോ നീ ആ വീട്ടിൽ കയറിയപ്പോൾ എൻ്റെ മക്കളെ 3 പേരെ നീ കയ്യിലെടുത്തു, എൻ്റെ ഭർത്താവിനെ കയ്യിലെടുത്തു, എൻ്റെ കുടുംബം ഇന്ന് ചിന്ന ഭിന്ന ആക്കിയത് നീ ഒറ്റ ഒരുത്തിയാണ്, നീ ഊറ്റി കുടിക്കുന്ന യക്ഷിയാന്നൊക്കെ പറഞ്ഞിട്ട് അലീന അങ്ങോട്ട് കുറേ പറയണ കേട്ടോ. ഒരിതില്ലാണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിട്ടോ അലീന കുറേ കേട്ട് നിന്നു. എന്നിട്ട് പറയണ, നീ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി വിളിക്കാത്ത ദൈവങ്ങളില്ല, നീ ഒന്ന് പോയി തരാവോ, എന്നോട് നീ യാത്രയൊന്നും പറയേണ്ട കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയണ. അവസാനം ലാസ്റ്റായിട്ട് വൈജയന്തിയുടെ വായിന്ന് വന്ന ഒരു സീന്, അത് മീൻസ് ഒരു വാക്ക് അലീനയെ വല്ലാണ്ട് മാനസികമായിട്ട് അങ്ങ് തളർത്തേണ്. അതായത്
എവിടെയോ പിഴച്ചുണ്ടായ നീ എൻ്റെ മുന്നിൽ എന്തിനാണ് ഈ വന്ന് നിൽക്കുന്നത്? അപ്പോൾ അലീന പറഞ്ഞു, മേഡം ഇപ്പോൾ പറയുന്നുണ്ടല്ലോ എവിടെയോ പിഴച്ചുണ്ടായതെന്ന്. മേഡം ഒന്ന് ചിന്തിച്ച് നോക്കുക. മേഡം ഈ പറയുന്ന വാക്കുകൾ, മേഡം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മേഡം എന്നെ ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കും. ഞാനോ നിന്നെ കാണാനോ? എൻ്റെ ജന്മത്ത് ഞാൻ നിന്നെ എൻ്റെ ഈ കണ്ണുകളിൽ ഇനി കാണരുതേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് നിന്നെ വെറുപ്പാണ്, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. നീ ആ വീട്ടിൽ നിന്ന് പോയി തരാവോ? യാത്ര പറയാൻ വന്നേക്കണു. എന്നിട്ട് അത് ഇത്രയും പറഞ്ഞ് നിർത്തുന്നതും അലീന പറഞ്ഞു, മേഡം പറഞ്ഞല്ലോ പിഴച്ചു പറ്റി ഞാനുണ്ടായെന്ന്. മേഡം ഒരു 10-22 വർഷം ബാക്കിലോട്ടൊന്ന് ചിന്തിച്ച് നോക്കുക. അത് പറയാനുള്ള യോഗ്യത മേഡത്തിനുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ആ പ്രായത്തിൽ മേഡത്തിനൊരു കുഞ്ഞുണ്ടായി, ഒരു മകളുണ്ടായാലും ഇന്ന് എൻ്റെ പ്രായം ഉണ്ടാകും എന്നിങ്ങനെ പറഞ്ഞിട്ടോ. ഈ വാക്കുകൾ വൈജയന്തിനെ അങ്ങോട്ട് കറണ്ടടിച്ച് എനിക്ക് അങ്ങോട്ട് നിർത്തിക്കളയാണ്. എന്തൊക്കെയാണ് ഇവൾ ഈ പറയണേന്നുള്ളത്. എൻ്റെ ആഗ്രയിലെ ജീവിതം ഇവളെങ്ങനെ അറിഞ്ഞു, ഇവൾക്ക് എന്താ അറിയാവുന്ന, അങ്ങനെയൊക്കെയുള്ള പല ചിന്തകൾ വൈജയന്തിയുടെ ഉള്ളിൽ ഇങ്ങനെ കടന്നു വന്നു കേട്ടോ. അപ്പം സ്വിച്ചിട്ടണക്ക് അങ്ങ് അടക്കിയാണ്. പിന്നെ അലീനയ്ക്ക് കൂടുതലായിട്ട് ഒന്നും പറയാൻ പറ്റില്ല. അലീന അങ്ങ് ചങ്ക് പൊട്ടും കണക്ക് വിഷമം കയറി വരികയാണ്. എൻ്റെ മാഡം പറഞ്ഞു, വാക്കുകൾ പറയുമ്പോൾ മാഡം ഒന്ന് ഓർത്ത് ഒന്ന് ചിന്തിച്ചിട്ട് മാഡം പറയണം. എപ്പോഴെങ്കിലും എന്നെ കാണാൻ ആഗ്രഹം തോന്നുകയാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരും. അത്രയും പറഞ്ഞ് നിറകണ്ണുകളോട് അലീന അവിടെ നിറങ്ങാൻ കേട്ടോ. വൈജയന്തി ഒരു നിമിഷം ഒരു വല്ലാത്ത വിഭ്രാന്തിയോടുകൂടി ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇവളെന്തൊക്കെയായി പറഞ്ഞിട്ട് പോണേ, എൻ്റെ കാര്യങ്ങൾ ഇവൾക്ക് എങ്ങനെ അറിയാം, അങ്ങനെ പല കേസ് വൈജയന്തിയുടെ ഉള്ളിൽ കടന്നു വരികയാണ് കേട്ടോ. അതിനുശേഷം അലീന നേരെ പോണത് നമ്മുടെ മുത്തശ്ശിയുടെ അടുത്താണ്. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് പോയിട്ട് കെട്ടിപ്പിടിച്ച് യാത്ര ചോദിക്കണം. മുത്തശ്ശിക്ക് ഇപ്പോൾ സത്യങ്ങളൊക്കെ അറിയാമല്ലോ, എൻ്റെ മകളുടെ മകളാണ്. എന്നിട്ട് മുത്തശ്ശി അലീനെ കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയണം, മോൾ എന്നോട് പൊറുക്കണം, ഞാൻ മോളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്, എനിക്കൊന്നും അറിയില്ലായിരുന്നു, ഈ മുത്തശ്ശിയോട് പൊറുക്കണേ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അങ്ങോട്ട് കെട്ടിപ്പിടിച്ച സങ്കടങ്ങളൊക്കെ അങ്ങ് ആക്കിയാണ് കേട്ടോ. അലീനയ്ക്ക് അതിനേക്കാളേറെ സങ്കടമായിരുന്നു കേട്ടോ. ഏകദേശം അപ്പോൾ നാളെ മഴത്തോരും മുമ്പിൽ ഇതൊക്കെ തന്നെയാണ് വരുന്നത്. അങ്ങനെ നമ്മുടെ അലീന നെടുമ്പുരയ്ക്കൽ വീട് വിട്ട് ഇറങ്ങുന്ന ആ ഒരു സീനൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഉള്ളിൽ. കാരണം എന്ന് വെച്ചാൽ എവിടെ പോവാണല്ലോ, ഇനി എൻ്റെ കുടുംബം എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ആക്കിയെടുക്കാം എന്നൊക്കെ ഉള്ള ഒരു ചിന്താഗതിയാണ്. പക്ഷേ അവിടെ കാത്തിരിക്കുന്ന അവസ്ഥ എന്താണെന്നുള്ളത് വൈജയന്തി അറിയാനല്ലേ പോണുള്ളൂ അല്ലേ. ഒരു സമാധാനപ്പെട്ടൊക്കെ ഒരു ഇരിക്കലും ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് എന്തായാലും കാണാം. അങ്ങനെ അപ്പോൾ നമ്മൾ നാളത്തെ പ്രൊമോ ഏകദേശം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് ഇനി നമ്മുടെ സീനിൽ ഇനിയിപ്പോൾ വരാനിരിക്കുന്ന ആകാംക്ഷയോടുള്ളത് നമ്മുടെ ബാലചന്ദ്രൻ്റെ അടുത്ത് നിന്ന് അലീന സ്റ്റാൻഡിയോടൊപ്പം പോകുന്ന ആ ഒരു രംഗമാണ്. ഭയങ്കര ഇമോഷണൽ സീനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അതിനായി കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറന്നുകൊണ്ട് കേട്ടോ. ലൈക്കും ഹൈപ്പും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പം നമ്മുടെ ഈ ചാനലിൽ തന്നെ കറക്റ്റ് 6 മണിക്ക് നമ്മൾ സാന്ത്വനം 2 ഇട്ടിട്ടുണ്ട്, നാളത്തെ വിശേഷം. അപ്പോൾ അതും കൂടെ കേട്ടിട്ട് നമ്മുടെ 2 പരമ്പരകളും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.